വെൽക്കം ഓൾ ഓഫ് യു. അപ്പോ നമ്മള് ഇന്ന് നമ്മുടെ സിലബസ് ഒക്കെ റിവൈസ്ഡ് ആയിട്ട് വന്നാലും എല്ലാവരും അറിഞ്ഞാണല്ലോ. അതിനകത്ത് ഉള്ള മോഡ്യൂൾ 1 സാമ്പിളിംഗ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അതായത് 6 മാർക്സ് ആണ് അതിനകത്ത് പ്രൊവൈഡ് ചെയ്തേക്കുന്ന മാർക്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നിങ്ങൾ കാര്യങ്ങൾ പഠിച്ചു പോകണം. ഇതിനു മുന്നേ നമ്മൾ ഉള്ള വീഡിയോയില് സാമ്പിളിംഗ് എന്താണെന്നും അതിന്റെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സാമ്പിളിങ്സ് ഏതൊക്കെയാണെന്നും ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതെല്ലാം ഒന്ന് എല്ലാവരും പോയി കാണുക. ഇതിനകത്ത് ഇതിനകത്ത് പറയുന്നതെന്ന് വെച്ചാല് സിമ്പിൾ റാൻഡം സാമ്പിളിംഗ്. അവിടെ നമ്മൾ ആ സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് എന്താണെന്ന് മാത്രമേ അവിടെ പറയുന്നുള്ളൂ. ഇവിടെ നമുക്ക് എന്താണ് അതിന്റെ പോപ്പുലേഷൻ മീൻ എസ്റ്റിമേറ്റ് ചെയ്യാനും പോപ്പുലേഷൻ ടോട്ടൽ എസ്റ്റിമേറ്റ് ചെയ്യാനും പോപ്പുലേഷൻ പ്രപ്പോർഷൻ അതിന്റെ വേരിയൻസ് പിന്നെ എന്താണ് സ്റ്റാൻഡേർഡ് എറർ കോൺഫിഡൻസ് ഇന്റർവൽ ഇതൊക്കെ ഇവാലുവേറ്റ് ചെയ്യാനാണ് ചോദിക്കുന്നത്. അതായത് ഇതൊക്കെ നമ്മൾക്കറിയാം, MSc പഠിച്ച് നമുക്ക് അറിയാം സ്റ്റാറ്റിന്റെ ഇതിനകത്ത് ഇതെല്ലാം നമ്മൾ ഡെറിവേറ്റീവ് ചെയ്യും. നമുക്ക് ഇവിടെ ഡെറിവേഷൻസ് ഒന്നും ആവശ്യമില്ല, ജസ്റ്റ് വി നീഡ് ദ ഫോർമുലാസ് ഓൺലി. അപ്പോ ആദ്യം തന്നെ അത് ഇപ്പൊ സിമ്പിൾ റാൻഡം സാമ്പിളിങ്ങിന്റെയും സ്ട്രാറ്റിഫൈഡ് സാമ്പിളിങ്ങിന്റെയും കാര്യങ്ങളാണ് നമുക്ക് വേണ്ടുന്നത്. ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ സിമ്പിൾ റാൻഡം സാമ്പിളിങ്ങിന്റെ കാര്യം പറയാനാണ്. അതായത് റാൻഡം സാമ്പിളിംഗ് മെത്തേഡ്സ് കൺസെപ്റ്റ്സും അതാണ് സിമ്പിൾ റാൻഡം സാമ്പിളിംഗ്. ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട്, എന്നാലും അതിന്റെ കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പോകും. കാരണം 6 മാർക്കിന് ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് ക്വസ്റ്റ്യൻ വരിക എന്ന് പറയുമ്പോൾ അതിന്റെ നല്ല ഒരു ബേസ് നമ്മൾ ഉണ്ടാക്കി എടുത്തിരിക്കണം. അപ്പോ നമ്മൾ ഓൾറെഡി പറഞ്ഞ് സെൻസസ് എന്താണ്, സാമ്പിൾ സർവേസ് എന്താന്നൊക്കെ പറഞ്ഞു. അതായത് നമുക്കറിയാം ഒരു പോപ്പുലേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ദി എൻറ്റയർ റീജിയൻ അതിനാണ് നമ്മൾ എന്താ പറയാ പോപ്പുലേഷൻ എന്ന് പറയാ. അതായത് നമുക്ക് എന്താണോ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനുള്ളത് ആ ഐറ്റത്തിന്റെ ടോട്ടാലിറ്റിയാണ് നമ്മൾ എന്താ പറയാ പോപ്പുലേഷൻ എന്ന് പറയാ. അതായത് നമ്മളിപ്പോ ഒരു സ്കൂളിൽ എടുക്കുകയാണെങ്കിൽ ആ സ്കൂളിലെ കുട്ടികളെ മുഴുക്ക പോപ്പുലേഷനും അതിനകത്ത് നമുക്ക് എന്താണോ ആവശ്യം, അതായത് ഇപ്പൊ 10th A ഗ്രേഡ് കിട്ടിയ കുട്ടികൾ എത്രയുണ്ട് എന്ന് നോക്കുകയാണെങ്കിൽ നമ്മളെ സാമ്പിൾസും ആണ്. പോപ്പുലേഷൻ മീൻസ് ദ എൻറ്റയർ വൺ. അത് ഞാൻ എന്താ പറയാ പോപ്പുലേഷൻ. വീണ്ടും വീണ്ടും ഞാനിത് പറയുന്നതിന്റെ കാര്യം എന്ന് പറഞ്ഞാല് ഓരോ ടേമും നമ്മൾ എന്തായിരിക്കണം അത്രയും ക്ലാരിറ്റിയോടുകൂടി തന്നെ അറിഞ്ഞിരിക്കണം. അപ്പൊ പോപ്പുലേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് യൂസ്ഡ് ടു മീൻ ദ ടോട്ടാലിറ്റി ഓഫ് ഐറ്റംസ് ഇൻ ആൻ ഇൻവെസ്റ്റിഗേഷൻ. ഒരു ഇൻവെസ്റ്റിഗേഷന് വേണ്ടുന്ന ടോട്ടാലിറ്റിയാണ് നമ്മൾ എന്താ പറയുന്നത് പോപ്പുലേഷൻ എന്ന് പറയുന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പോപ്പുലേഷൻ ഫൈനൈറ്റ് ആകാം, ഇൻഫൈനൈറ്റ് ആകാം. അപ്പൊ ഞാനിപ്പോ പറഞ്ഞ എക്സാമ്പിൾ എന്ന് പറയുന്നത് ഒരു ഫൈനൈറ്റ് പോപ്പുലേഷൻ, അതായത് ഒരു സ്കൂളിൽ എത്ര കുട്ടികളുണ്ട് എന്ന് പറയാം. ഇനി കേരളത്തിലെ ജനങ്ങളുടെ ആണ് അത് നോക്കുകയാണെങ്കിൽ ആ കേരളത്തിലെ ജനങ്ങൾ എന്ന് പറയുന്നതാണ് നമ്മുടെ പോപ്പുലേഷൻ എന്ന് പറയുക. അല്ലെങ്കിൽ ഇപ്പൊ വയനാട് എന്ന് പറയുന്ന ഡിസ്ട്രിക്റ്റിലെ ആൾക്കാർ, അതാണ് അവിടുത്തെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് കൺസിഡർ ചെയ്യുന്നത്. If each and every unit in the population is considered in the enquiry is called the census or complete enumeration. If each and every unit in the population, populationലുള്ള ഓരോരുത്തരെയും ഓരോ യൂണിറ്റിലെയും നമ്മൾ അന്വേഷണത്തിന് നമ്മൾ ഭാഗമാക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ പറയുന്ന പേരാണ് സെൻസസ് ഓർ കംപ്ലീറ്റ് എന്യൂമറേഷൻ എന്ന് പറയുന്നത്. As the population in most inquiries are quite large, complete enumeration is not practicable or feasible. In such cases, a representative part of the population is taken into consideration. അതായത് നമുക്കത് കോസ്റ്റ്ലി ആയിരിക്കും അല്ലെങ്കിൽ ടൈംലി ആയിരിക്കും അല്ലെ ഈ പോപ്പുലേഷൻ കംപ്ലീറ്റ് എടുക്കുക എന്ന് പറയുമ്പോൾ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, അതിൽ നിന്ന് ഒരു പാർട്ടിനെ എടുക്കും. ആ പാർട്ടിനെ നമ്മൾ പറയുന്ന പേരാണ് എന്താ പറയുന്നത് സാമ്പിൾസ് എന്ന് പറയുന്നത്. ആ റെപ്രസെന്റേറ്റീവ് പാർട്ടിനെ കൺസിഡർ ചെയ്ത് നമ്മൾ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്താ പറയാ സാമ്പിളിംഗ് എന്ന് പറയുക. ഈ മെത്തേഡിനെ നമ്മൾ സാമ്പിളിംഗ് എന്നും ആ പോപ്പുലേഷനിൽ ഓരോന്നിനെ നമ്മൾ സാമ്പിളിംഗ് യൂണിറ്റ് എന്നും ഈ ഓരോ പോപ്പുലേഷന്റെ സാമ്പിളിംഗ് യൂണിറ്റ് ലിസ്റ്റിനെ നമ്മൾ സാമ്പിളിംഗ് ഫ്രെയിം എന്നും അങ്ങനെയാണ് പറയുന്നത്. ബേസിക്കലി വി ക്യാൻ സേ ദാറ്റ് വാട്ട് വി ആർ ചൂസിങ് ഫ്രം ദാറ്റ് ഈസ് നോട്ട് ആസ് എ സാമ്പിൾ. ഇതാണ്. അപ്പോ സാമ്പിളിംഗ് എന്താണ്, സാമ്പിളിംഗ് യൂണിറ്റ് എന്താണ്, സാമ്പിളിംഗ് ഫ്രെയിം എന്താണ് എന്നുള്ളതാണ് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ. ഇനി സെൻസസ് സർവേ എന്താണെന്ന് നോക്കാം. ദ ട്രഡീഷണൽ മെത്തേഡ് ഓഫ് അക്വയറിംഗ് നോളജ് അബൌട്ട് ആൻ അഗ്രിഗേറ്റ് ഓഫ് ഇൻഡിവിജ്വൽസ് ഈസ് ടു എന്യൂമറേറ്റ് ദം ഓൾ. ഒരു ട്രഡീഷണൽ മെത്തേഡ് ആണ് എന്ന് പറയുന്നത് ഓരോരുത്തരെ പോയി കണ്ടും നമുക്ക് കാര്യങ്ങൾ അന്വേഷിക്കുക എന്നുള്ളത് അല്ലെ. അപ്പോ സെൻസസ് ഓഫ് എ പോപ്പുലേഷൻ ഓഫ് കൺട്രി ആൻഡ് സ്റ്റഡി ഓഫ് ടോട്ടൽ അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ ഓഫ് എ കൺട്രി ആർ എക്സാമ്പിൾസ് ഓഫ് കംപ്ലീറ്റ് എന്യൂമറേഷൻ. അതായത് 10 വർഷത്തിൽ
വർഷത്തിലൊരിക്കൽ സെൻസസ് നടക്കും എന്ന് പറഞ്ഞല്ലേ. അല്ലെങ്കിൽ എന്താണ് അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ, രാജ്യത്തിന്റെ അഗ്രികൾച്ചർ പ്രൊഡക്ഷനെ കുറിച്ചുള്ള എക്സാമ്പിൾ. ഇതൊക്കെ നമുക്ക് ആ കംപ്ലീറ്റ് എന്യൂമറേഷൻ വേണം എടുക്കാൻ വേണ്ടിയിട്ട്. The major statistics of agriculture production, distribution of labor force and unemployment have all been based on census approach. ഇതെല്ലാം തന്നെ എന്തിന്റെ എക്സാമ്പിൾസ് ആണ്? സെൻസസിന്റെ എക്സാമ്പിൾസ് ആണ്. Surveying male smokers between 20 and 40 age who had surgery for throat cancer in a particular hospital during last year, surveying number of printing mistakes in a book, surveying the number of accidents reported in a locality, etc. are all also examples of census study. ഇതെല്ലാം എന്തിന്റെ ഭാഗമാണ്? സെൻസസ് സർവേയുടെ ഭാഗമാണ്. കണ്ടോ, നമ്മൾ എടുക്കുന്ന ടാർഗറ്റ് പോപ്പുലേഷൻ എന്ന് പറയുന്നത് ഇത്രയും ഉണ്ടെങ്കിലും അതിൽ നിന്ന് ഒരു പർട്ടിക്കുലർ ആൾക്കാരെയാണ് നമ്മൾ എന്താ പറയാ, സാമ്പിൾ എന്ന് പറയാ. അപ്പൊ ഇതെന്താണ്? പോപ്പുലേഷൻ. ആ വാക്ക് ക്ലിയർ ആയിരിക്കണം. കാരണം നമ്മൾ ഇനി അങ്ങോട്ട് പറയുമ്പോൾ പോപ്പുലേഷൻ മീൻ, സാമ്പിൾ മീൻ എന്താ പറയാ, പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ ദ ഹോൾ റീജിയൻ, അതിനാണ് നമ്മൾ എന്താ പറയുന്നത് പോപ്പുലേഷൻ എന്നും, അതിൽ നിന്ന് നമ്മൾ ചെറുതായിട്ട് എടുക്കുന്നതിനാണ് നമ്മൾ എന്താ പറയുന്നത് സാമ്പിൾ എന്നും പറയുന്നത്. ഇനി a pioneer in census taking was Pierre Simon de Laplace. In 1780, he developed the Laplace method of estimating the population of a country. രാജ്യത്തിന്റെ പോപ്പുലേഷനെ എസ്റ്റിമേറ്റ് ചെയ്യാൻ വേണ്ടി ഡെവലപ്പ് ചെയ്തെടുത്താണ് സെൻസസ്. ആര്? ലാപ്ലേസ് മെത്തേഡിൽ കൂടെ. The principle behind this method was to take a census of a few selected communities and determine the ratio of the population to the number of births in these communities. ഈ നമ്പറിനെ എന്ത് ചെയ്യാം? നമ്പർ ഓഫ് ബർത്ത് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം? ഈ സിറ്റിസൺ, എത്ര സിറ്റിസൺസ് ഉണ്ട് രാജ്യത്ത് എന്ന് നമുക്ക് അനലൈസ് ചെയ്യാനായിട്ട് പറ്റും. അത് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു കണ്ടീഷൻ കൊണ്ടുവന്നത് ആരാണ്? പിയറി സൈമൺ ഡി ലാപ്ലേസ്. പിയറി സൈമൺ ഡി ലാപ്ലേസ് ആണ് ആക്ച്വലി ഇത് കൊണ്ടുവന്നത്. ഇനി എന്താണ് ഈ സാമ്പിളിങ്ങിന്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ആവശ്യകത എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതായത് നമ്മൾ വീടുകളിൽ 1 or 2 തരത്തിലുള്ള റൈസ് ഗ്രെയിൻസ് എടുക്കും അല്ലെ. എന്തിനാണ്? നമ്മൾ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആണല്ലോ. അപ്പോ ഫ്രം ദ കുക്കിംഗ് പ്ലാൻ ടു എക്സാമിൻ വെദർ ദി ഗ്രെയിൻസ് ആർ ഫുള്ളി കുക്ക്ഡ് ഓർ നോട്ട്. ഇത് നല്ല, അതായത് നമ്മളൊരു എന്താണ് അരി വേവുന്ന സമയത്ത് അരി കംപ്ലീറ്റ് എടുത്ത് നോക്കുക, അത് വെന്തോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. 1 or 2 എടുത്ത് നമ്മളൊരു സാമ്പിൾ എടുത്ത് നോക്കുക അല്ലെ. നമ്മൾ അങ്ങനെ തന്നെയാണ് പറയുന്നത്, സാമ്പിൾ എടുത്ത് നോക്കും. അതേപോലെ ഒരു ക്ലിനിക്കൽ ലബോറട്ടറിയില് കുറച്ച് ബ്ലഡിന്റെ സാമ്പിൾ ആയി നോക്കല്ല, നമ്മുടെ ദേഹത്തുള്ള എല്ലാ ബ്ലഡ് ഊറ്റി എടുക്കോ? ഇല്ലല്ലോ, കുറച്ച് ബ്ലഡ് എടുത്തിട്ട് എന്താണ് എന്ന് നമുക്ക് നോക്കും അല്ലെ. അതേപോലെ ഒരു ബൾബ് മാനുഫാക്ചറിങ് കമ്പനിയില് ഒരു ബൾബിന്റെ ലൈഫ് എങ്ങനെ ടെസ്റ്റ് ചെയ്യുന്ന വെച്ചാൽ ചില ബൾബുകൾ എടുത്ത് നോക്കും അല്ലെ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ എന്താണ് ഈ ഓരോന്നിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, എല്ലായിടത്തും നോക്കാൻ പറ്റില്ല. അതിന്റെ ചില കുറച്ച് പാർട്ട് എടുത്തിട്ട് എന്ത് ചെയ്യാൻ നോക്കാൻ പറ്റും, അത് നോക്കാൻ പറ്റും. അങ്ങനെയുള്ള ചെറിയ പാർട്ടിനെയാണ് നമ്മൾ എന്താ പറയുന്നത് സാമ്പിൾ എന്ന്. ദ പ്രോസസ് ഓഫ് ഡ്രോയിങ് സാമ്പിൾസ് ഈസ് കോൾഡ് സാമ്പിളിംഗ്. അപ്പൊ ഈ സാമ്പിളിംഗ് ചെയ്യാനായിട്ട് എങ്ങനെയാണ് എന്നാണ് നമ്മൾ നോക്കുക. ഇപ്പം ഇന്നത്തെ കാലത്താണെങ്കിൽ സാമ്പിളിംഗ് മെത്തേഡ്സ് ആർ എക്സ്റ്റെൻസീവ്ലി യൂസ്ഡ് ഇൻ സോഷ്യോ എക്കണോമിക് സർവീസസ് ടു നോ ദ ലിവിംഗ് കണ്ടീഷൻ, കോസ്റ്റ് ഓഫ് ലിവിംഗ് ഇൻഡെക്സ് എക്സെട്ര ഓഫ് എ ക്ലാസ് ഓഫ് പീപ്പിൾ. നമ്മൾ ഓൾറെഡി എങ്ങനെയാണ് ഒരു കോസ്റ്റ് ഓഫ് ലിവിംഗ് കണ്ടുപിടിക്കുക എന്നൊക്കെ പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ ചില നോക്കുകയാണ്. 3 കണ്ടീഷൻസ് ഞാൻ പറയുവാണ്. ദ പെർസെന്റേജ് ഓഫ് കേരളൈറ്റ്സ് ഹു ഹാവ് ആക്സസ് ടു ഇന്റർനെറ്റ്. കേരളയിലെ ഇന്റർനെറ്റ് ആക്സസിന്റെ ഉള്ള ആൾക്കാരുടെ പെർസെന്റേജ് എത്രയാണ് ആണല്ലോ. Opinion about selection of places for a study tour with the students of your class. നിങ്ങളുടെ ക്ലാസ്സിലെ കുട്ടികൾക്ക് എവിടെയാണ് സ്റ്റഡി ടൂർ പോണം, അത് എങ്ങനെ സെലക്ട് ചെയ്യും എന്നുള്ളൊരു ഒപ്പീനിയൻ അല്ലെ. അത് നമുക്ക് എന്ത് ചെയ്യാം, എല്ലാവരോടും ചോദിച്ചെടുക്കാം അല്ലെ. കാരണം എന്താണ്, നമ്മുടെ ക്ലാസ്സിൽ എത്ര ഒരു 60 കുട്ടികളായിരിക്കും കൂടുതൽ, അല്ലെങ്കിൽ 40 കുട്ടികളായിരിക്കും. ഇവരിൽ നിന്നെല്ലാം നമുക്ക് ചോദിച്ചെടുക്കാം. അതായത് ഡേറ്റ മേ ബി കളക്റ്റഡ് ത്രൂ സെൻസസ്. അതേസമയം കേരളത്തിലെ ആൾക്കാർ എത്ര പേർക്ക് ആക്സസ്, എന്തായിരുന്നാലും ഇന്നത്തെ കാലത്ത് ഇന്റർനെറ്റ് ആക്സസ് ഇല്ലാത്ത മലയാളികൾ കുറവായിരിക്കും അല്ലെ. അപ്പൊ ദ പെർസെന്റേജ് ഓഫ് കേരളൈറ്റ്സ് എന്തായിരിക്കും കുറവ്. അപ്പൊ നമുക്ക് എല്ലാരെയും ചോദിച്ചെടുക്കാൻ പറ്റുമോ? ഇല്ല. അതേപോലെ എനി ഒപ്പീനിയൻ പോൾ ഓൺ വേരിയസ് പൊളിറ്റിക്കൽ ലീഡേഴ്സ് ഓഫ് കേരള. അതായത് കേരളയുടെ പൊളിറ്റിക്കൽ ലീഡേഴ്സിനെ കുറിച്ചും അതും എന്താണ്, നമ്മൾ എല്ലാരോടും ചോദിക്കാൻ നിന്നാൽ അതെന്താണ്, കോസ്റ്റ്ലി ആണ്, ടൈം കൺസ്യൂമിങ് ആണ്. അതുപോലെ തന്നെ നന്നായിട്ട് ട്രെയിൻഡ് ഇൻവെസ്റ്റിഗേറ്റേഴ്സും ഇതിനൊക്കെ നമുക്ക് ആവശ്യമാണ്. അതുകൊണ്ട് ഈ 2 കാര്യങ്ങൾ നോക്കാൻ വേണ്ടി ഇപ്പൊ ക്ലിയർ ആയോ എന്താണ് സാമ്പിളിംഗ് മെത്തേഡ്സ് എന്നുള്ളത്. അതുകൊണ്ട് ഈ 2 നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അത്യാവശ്യം എന്താണ്
സാമ്പിളിംഗ് മെത്തേഡ്സ് ആണ് ആവശ്യം. രണ്ടാമത്തെ കാര്യം നമുക്ക് എന്ത് വഴി ചെയ്യാം? സെൻസസ് വഴി ചെയ്യാം. കാരണം അത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നും അല്ല, നമ്മുടെ കൂടെയുള്ള ആൾക്കാരുടെ ചോദിക്കുകയാണ്. മറ്റേത് ഇത് എൻ്റെ അല്ല എന്ന് നോക്കുവാണ്, അപ്പൊ നമുക്ക് അവിടെ സാമ്പിളിംഗ് മെത്തേഡ്സ് തന്നെ എടുക്കേണ്ടി വരും. ഇനി സെൻസസും സാമ്പിളിംഗും തമ്മിലുള്ള അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ആണ്. ആദ്യം ഞാൻ ഫോക്കസ് ചെയ്തിരിക്കുന്നത് വാട്ട് ആർ ദി അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് എ സെൻസസ് ആണ്. സെൻസസിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് 100% പെർഫെക്റ്റ് ആണ്. ഫോർ ആൻ എൻക്വയറി ഇഫ് ഓൾ ദി യൂണിറ്റ്സ് ഇൻ ദ പോപ്പുലേഷൻ ആർ ടു ബി ഇൻസ്പെക്ടഡ്, സെൻസസ് ഈസ് ദ ഓൺലി മെത്തേഡ്. അതായത് പോപ്പുലേഷനിലെ എല്ലാ ആൾക്കാരെയും നോക്കണമെങ്കിൽ ഏതാണ് ഇമ്പോർട്ടൻറ്റ്? സെൻസസ് ആണ് ഇമ്പോർട്ടൻറ്റ്. പോപ്പുലേഷനിലെ എല്ലാ ആൾക്കാർക്കും നമ്മൾ ചോദിക്കണമെങ്കിൽ, അതായത് ഒരു റീജിയൻ മാത്രം സെലക്ട് ചെയ്താൽ പോരാ, നമുക്ക് എല്ലാവരോടും കാര്യങ്ങൾ ചോദിക്കണം എന്നുണ്ടെങ്കിൽ ഫോർ ആൻ എൻക്വയറി ഓൾ ദി യൂണിറ്റ്സ് ഇൻ ദ പോപ്പുലേഷൻ ആർ ടു ബി ഇൻസ്പെക്ടഡ്, അതിന് സെൻസസ് മാത്രമേ ഉള്ളൂ മെത്തേഡ്. പിന്നെ ദ ഡേറ്റ obtained by census method may be further used for further investigations. ഈ സെൻസസ് മെത്തേഡിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഡേറ്റ നമുക്ക് വേറെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഇതിന്റെ ഡിസഡ്വാൻറ്റേജ് എന്താന്ന് പറഞ്ഞാല് ഈ പോപ്പുലേഷൻ ഇൻഫൈനൈറ്റ് ആണെങ്കിൽ സ്റ്റഡി നമുക്ക് പറയാൻ പറ്റില്ല, അല്ലെ? കുറച്ചു പേരൊക്കെ ആണെങ്കിൽ നമുക്ക് നോക്കാം, പക്ഷെ ഒരുപാട് പേരാണെങ്കിലോ അത് പറ്റുന്ന കേസല്ല. പിന്നെ സെൻസസ് മെത്തേഡിന് കൂടുതൽ സമയം വേണം, കാശ് വേണം, അതുപോലെ ട്രെയിൻഡ് ആൾക്കാർ വേണം. ആൾക്കാർ നമുക്ക് വെറുതെ പറഞ്ഞു വിടാൻ പറ്റുമോ? ആൾക്കാർക്ക് കാര്യം പറയും, ഇന്ന കാര്യങ്ങളാണ് നിങ്ങളും ചോദിക്കേണ്ടത്. അവർ ചെന്ന് വേറെ നമുക്ക് അവർക്ക് എന്തൊക്കെ അസുഖങ്ങളുണ്ട്, ഡയബറ്റീസ് ഉണ്ടോ, പ്രഷർ ഉണ്ടോ, ഇങ്ങനെ കാര്യങ്ങൾ ചെക്ക് ചെയ്യണതിന് പകരം അവരൊന്ന് വീട്ടുകാരുടെ കാര്യം അന്വേഷിക്കാൻ പറ്റുമോ? പറ്റില്ല, അല്ലെ? അപ്പൊ അത് എന്ത് വേണം? ഒരു ട്രെയിൻഡ് ആൾക്കാർ തന്നെ വേണം. പിന്നെ ഇഫ് ദ യൂണിറ്റ്സ് ആർ ഡിസ്ട്രോയ്ഡ് ഇൻ ദ കോഴ്സ് ഓഫ് ഇൻസ്പെക്ഷൻ, സെൻസസ് ഈസ് നോട്ട് അറ്റ് ഓൾ ഡിസൈറബിൾ. യൂണിറ്റ്സ് എന്താണ് ഡിസ്ട്രോയ് ചെയ്താണ്, എന്താണ് ഇൻസ്പെക്ഷൻ വഴി കോഴ്സ് ഓഫ് ചെയ്യുകയാണെങ്കിൽ അവരുടെ എന്തല്ല സെൻസസ് ഡിസൈറബിൾ അല്ല. ഇനി വാട്ട് ആർ ദി അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് സാമ്പിളിംഗ്? സാമ്പിളിംഗിന്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും എന്തൊക്കെയാണ്? സാമ്പിളിംഗിന്റെ ടൈമും മണിയും സേവ് ചെയ്യും, അല്ലെ? When population is too large or items are destructive in nature, sampling alone can be adopted. അതായത് എന്താണ്? പോപ്പുലേഷൻ ഇപ്പൊ ഏറ്റവും വലുതും പിന്നെ അതാണ് നമുക്ക് നൈട്രജന് ഡിസ്ട്രക്റ്റീവും ആവുന്ന കേസ് ആണെങ്കിൽ എന്ത് മാത്രമേ നമുക്ക് അഡോപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ? സാമ്പിളിംഗ് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അഡോപ്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. More accuracy is expected. The expected error also can be estimated. നമുക്ക് വരാൻ സാധ്യതയുള്ള എററും അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റും. ഇനി ഡിസഡ്വാൻറ്റേജ് എന്തൊക്കെയെന്ന് നോക്കിയാൽ, ഇംപ്രോപ്പർ സാമ്പിളിംഗ് ടെക്നിക് മേ ലീഡ് ടു മിസ്ലീഡിംഗ് റിസൾട്ട്. അതായത് നമ്മൾ കഴിഞ്ഞ ഒരു സെഷനിൽ പഠിച്ചിട്ടുണ്ട് പല സാമ്പിളിംഗ് ടെക്നിക്സ് ഉണ്ടെന്ന്, അതൊന്ന് പോയി കണ്ടിട്ട് വരണം. ആ സാമ്പിളിംഗ് ടെക്നിക്സ് നമ്മൾ എടുക്കുന്നതിനനുസരിച്ചിട്ട് എന്തെങ്കിലും ഡിഫറെന്റ് ആണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് എന്ത് ചെയ്യും? തെറ്റുകൾ വരാൻ സാധ്യതയുണ്ട്. ഇഫ് ഇൻഫർമേഷൻ ഈസ് റിക്വയർഡ് ഫ്രം ഈച്ച് ആൻഡ് എവറി യൂണിറ്റ് ഓഫ് പോപ്പുലേഷൻ, സാമ്പിളിംഗ് ഈസ് ഇൻഅഡിക്വേറ്റ്. ഒരു പോപ്പുലേഷനിലെ ഓരോ ചെറിയ ഘടകങ്ങളിൽ നിന്നും നമുക്ക് ഇൻഫർമേഷൻ ആവശ്യമാണെങ്കിൽ സാമ്പിളിംഗ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇൻഅഡിക്വേറ്റ് ആയിരിക്കും. ഓക്കെ. ഇനി സർവേയിൽ ഉണ്ടാകുന്ന എറേഴ്സ്. ദ റിസൾട്ട്സ് ഒബ്റ്റെയിൻഡ് ഫ്രം സ്റ്റാറ്റിസ്റ്റിക്കൽ സ്റ്റഡീസ് മേ നോട്ട് ബി ഫ്രീ ഫ്രം എറേഴ്സ്. ഒരിക്കലും ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ സ്റ്റഡീസ് ഉണ്ടാവുന്നത് എററിൽ നിന്നും ഫ്രീ ആകത്തില്ല. അങ്ങനെയാണെങ്കിൽ രണ്ട് തരത്തിലുള്ള എറേഴ്സ് ആണ് നമുക്ക് ഉണ്ടാകുന്നത്. ഒന്ന് സാമ്പിളിംഗ് എററും മറ്റൊന്ന് നോൺ സാമ്പിളിംഗ് എററും. എന്താണ് ഈ സാമ്പിളിംഗ് എറർ, എന്താണ് ഈ നോൺ സാമ്പിളിംഗ് എറർ എന്നാണ് നമ്മൾ നോക്കാൻ പോവാം. സാമ്പിളിംഗ് എറർ എന്ന് പറയുന്നത് സാമ്പിൾ സർവീസിൽ നിന്ന് ഉണ്ടാകുന്നതാണ്. സാമ്പിളിംഗ് എറേഴ്സ് ആർ സീൻ ഇൻ സാമ്പിൾ സർവീസ് ഡ്യൂ ടു ദ ഫാക്ട് ദാറ്റ് ഓൺലി എ പാർട്ട് ഓഫ് ദി പോപ്പുലേഷൻ ഈസ് യൂസ്ഡ് ഫോർ എൻക്വയറി. ഒരു പോപ്പുലേഷന്റെ ഒരു ഭാഗം മാത്രം നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന എററിനെയാണ് എന്താ പറയാ? സാമ്പിളിംഗ് എറർ എന്ന് പറയുക. സാമ്പിളിംഗ് എറേഴ്സ് ആർ സീൻ ഇൻ സാമ്പിൾ സർവീസ് ഡ്യൂ ടു ദ ഫാക്ട് ദാറ്റ് ഓൺലി എ പാർട്ട് ഓഫ് ദി പോപ്പുലേഷൻ ഈസ് യൂസ്ഡ് ഫോർ എൻക്വയറി. ഒരു പോപ്പുലേഷൻ ഒരു ഭാഗം മാത്രം നമ്മൾ എടുത്ത് എൻക്വയറിക്ക് എടുക്കുകയാണെങ്കിൽ അതിനെയാണ് എന്ത് പറയുന്നത്? സാമ്പിളിംഗ് എറർ എന്ന് പറയുന്നത്. ക്ലിയർലി സാമ്പിളിംഗ് എറേഴ്സ് ആർ ആബ്സെന്റ് ഇൻ സെൻസസ്. സെൻസസിൽ സാമ്പിളിംഗ് എറേഴ്സ് ഉണ്ടാകില്ല. എന്താ എക്സാമ്പിൾ പറഞ്ഞാല്, the estimate of average income of people in certain region obtained on the basis of sampling will not be equal to the two average income. Sampling errors cannot be completely eliminated but may be minimized by choosing a proper sample of adequate size and a proper sample survey design.
സാമ്പിളിംഗ് എറർ ഡിക്രീസസ് ആസ് സാമ്പിൾ സൈസ് ഇൻക്രീസസ്. സാമ്പിൾ സൈസ് കൂടുന്നതിനനുസരിച്ച് സാമ്പിളിംഗ് എറർ എന്താവും? കുറഞ്ഞുകൊണ്ടേയിരിക്കും. സാമ്പിളിംഗ് എറേഴ്സ് ക്യാൻ ബി ഡിറ്റക്റ്റഡ്, മെഷർഡ് ആൻഡ് കൺട്രോൾ. സാമ്പിളിംഗ് എറേഴ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിറ്റക്ട് ചെയ്യാൻ പറ്റും, അത് മെഷർ ചെയ്യാൻ പറ്റും, അത് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. അതായത് ഇപ്പൊ എന്താന്ന് വെച്ചാല് ഒരു ആൾക്കാരുടെ ആവറേജ് ഇൻകം എസ്റ്റിമേറ്റ് ചെയ്യാൻ പോവാണ് ഒരു റീജിയനിലെ. അത് നമ്മൾ സാമ്പിളിംഗ് എന്ന് പറയുന്ന ടെക്നിക്കോട് എടുത്താല് യഥാർത്ഥ ആവറേജ് ഇൻകത്തിന്റെ ആവറേജ് നമുക്ക് കിട്ടാൻ സാധ്യതയില്ല. പിന്നെ നമുക്ക് എങ്ങനെ എറർ ഡിക്രീസ് ചെയ്യാം? സാമ്പിൾ സൈസ് കൂട്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എറർ ഡിക്രീസ് ചെയ്യാനായിട്ട് പറ്റും. ഇനി സാമ്പിളിംഗ് എറേഴ്സ് അറൈസ് ഡ്യൂ ടു ദ ഫോളോയിങ്. എന്തൊക്കെയാണ്? ലാക്ക് ഓഫ് ക്ലാരിറ്റി അബൌട്ട് ദി കവറേജ് ഓഫ് ദി പോപ്പുലേഷൻ, faulty selection of the sample, inadequate sample size, inappropriate questionnaire, errors due to substitution. സാമ്പിളിംഗ് എറേഴ്സ് ഉണ്ടാവാനുള്ള പ്രധാന കാരണങ്ങൾ ഇതൊക്കെയാണ്. അപ്പൊ ഇതെല്ലാം ഓർത്ത് വെച്ചിരുന്നാൽ മതി. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് പോസിബിൾ ഫോർ സാമ്പിളിംഗ് എറേഴ്സ് എന്ന് പറഞ്ഞ ഒരു 4 ഓപ്ഷൻ കൊടുത്താൽ നമുക്ക് അതിൽ നിന്ന് ക്ലിയർ ചെയ്തെടുക്കാൻ പറ്റണം. അപ്പൊ സാമ്പിളിംഗ് എറേഴ്സ് അറൈസ് ഡ്യൂ ടു ദ ഫോളോയിങ്. എന്താണ്? ലാക്ക് ഓഫ് ക്ലാരിറ്റി അബൌട്ട് ദി കവറേജ് ഓഫ് ദി പോപ്പുലേഷൻ. രണ്ടാമത്തെ എന്താണ്? ഫോൾട്ടി സിലക്ഷൻ ഓഫ് ദി സാമ്പിൾ. മൂന്നാമത്തെ എന്താണ്? ഇൻഅഡിക്വേറ്റ് സാമ്പിൾ സൈസ്. നാലാമത്തത് ഇൻഅപ്രോപ്രിയേറ്റ് ക്വസ്റ്റ്യനെയർ. അഞ്ചാമത്തെ എന്താണ്? എറേഴ്സ് ഡ്യൂ ടു സബ്സ്റ്റിറ്റ്യൂഷൻ. ഇനി സാമ്പിളിംഗ് എറേഴ്സ് അല്ലാത്ത എറേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നോൺ സാമ്പിളിംഗ് എറേഴ്സ് എന്ന് പറയുന്നത്. അതായത് ഈ നോൺ സാമ്പിളിംഗ് എറേഴ്സ് എന്ന് പറയുന്നത് ഏത് ഘട്ടത്തിൽ വേണമെങ്കിലും വരാം. നമ്മൾ ഒബ്സർവേഷൻ കളക്ട് ചെയ്ത് ആ ഡേറ്റ പ്രോസസ് ചെയ്ത് പ്രസന്റ് ചെയ്ത് ടാബുലേറ്റ് ചെയ്യുന്ന ഏതൊരു പ്രോസസ് ഘടനയിലും ഏതുണ്ടാവാം? ഈ എറർ ഉണ്ടാവാം. അതിനെയാണ് എന്ത് പറയുന്നത്? നോൺ സാമ്പിളിംഗ് എറർ. ദസ് ദ ഡേറ്റ ഒബ്റ്റെയിൻഡ് ഇൻ കംപ്ലീറ്റ് എന്യൂമറേഷൻ although free from sampling errors will be subject to non sampling errors. അത് എന്തിനുണ്ടാവാൻ സാധ്യതയുണ്ട്? നോൺ സാമ്പിളിംഗ് എറേഴ്സ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഡേറ്റ obtained in a sample survey would be subject to both sampling and non-sampling errors. അപ്പൊ ഡേറ്റ കിട്ടുന്ന ഒരു സാമ്പിൾ സർവേയിൽ കൂടെ കിട്ടുന്ന ഡേറ്റയില് എന്തൊക്കെ വരാം? സാമ്പിളിംഗ് എറേഴ്സും വരാം, നോൺ സാമ്പിളിംഗ് എറേഴ്സും വരാം. സാമ്പിളിംഗ് എപ്പോഴാ വരുന്നത്? സാമ്പിളിംഗ് എറേഴ്സ് നമ്മൾ ഡേറ്റ കളക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇൻഅഡിക്വേറ്റ് ആയിട്ടുള്ള ഡേറ്റ ആണ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 2 തരത്തിൽ നമ്മൾ ചൂസ് ചെയ്യുന്ന അതനുസരിച്ചിട്ട് ഇങ്ങനെയൊക്കെയാണ് സാമ്പിളിംഗ് എറേഴ്സ് വരുന്നത്. പക്ഷെ അതിന്റെ നമ്മൾ എന്ത് ചെയ്യുന്ന സമയത്ത് ഒബ്സർവേഷൻസ് പ്രോസസ് ചെയ്ത് പ്രസന്റ് ചെയ്ത് ടാബുലേറ്റ് ചെയ്യുന്ന ഏതൊരു ഘട്ടത്തിൽ വേണമെങ്കിലും നമുക്ക് അവിടെ എന്തുണ്ടാവാൻ സാധ്യതയുണ്ട്? എറേഴ്സ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോ ഈ എറേഴ്സ് മിനിമൈസ് ചെയ്യാം. എങ്ങനെ? proper sampling designs, employing efficient investigators and better sampling. Non-sampling errors usually increase in sample size. Sample size കൂടുന്തോറുമാണ് എന്തുണ്ടാവാൻ സാധ്യത? ഈ നോൺ സാമ്പിളിംഗ് എറേഴ്സ് ഉണ്ടാകാനായിട്ടുള്ള സാധ്യത. അപ്പൊ നോൺ സാമ്പിളിംഗ് എറേഴ്സ് ഉണ്ടാവാനുള്ള സാധ്യത എപ്പോഴാണ്? വിത്ത് ഇൻക്രീസ് ഇൻ സാമ്പിൾ സൈസ്. അപ്പം എങ്ങനെ മനസ്സിലാക്കണം? നമ്മൾ വെറുതെ ബൈഹാർട്ട് ചെയ്ത് പഠിക്കേണ്ട, കാര്യം മനസ്സിലാക്കിയാൽ മതി. സാമ്പിളിംഗ് എറർ എന്താണ്, നോൺ സാമ്പിളിംഗ് എറർ എന്താണ്, അതിന്റെ ക്രൈറ്റീരിയാസ് എന്താണ്, ഇതാണ് നമ്മൾ ഓർത്ത് വെച്ചേക്കേണ്ടത്. നോൺ സാമ്പിളിംഗ് എറേഴ്സ് മേ അറൈസ് ഡ്യൂ ടു ഇറലവന്റ് റെസ്പോൺസസ് ടു ക്വസ്റ്റ്യൻസ്. അതായത് റെലവന്റ് ആയിട്ടുള്ള റെസ്പോൺസസ് നമുക്ക് കിട്ടിയില്ല. പിന്നെ എന്താണ്? റിസൾട്ട് പബ്ലിഷ് ചെയ്തതിന് പ്രിന്റ് ചെയ്യലോ എറർ, ഡേറ്റ പ്രോസസ് ചെയ്യുന്ന എറർ. ഇവിടെ ഈ സമയത്തൊക്കെയാണ് ഏതുണ്ടാകാൻ സാധ്യത? നോൺ സാമ്പിളിംഗ് എറേഴ്സ് ഉണ്ടാകാനായിട്ടുള്ള സാധ്യത. ഇനിയാണ് നമ്മുടെ മെത്തേഡ്സ് ഓഫ് സാമ്പിളിംഗ്. എല്ലാത്തിലോട്ടും ഞാൻ പോകുന്നില്ല, ഓൾറെഡി നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു സ്റ്റഡി അവിടെ നടത്തിയിട്ടുണ്ട്. ആ സെഷൻ പോയി കാണുക. അതായത് ഒരു ക്ലാസ്സിൽ, അതായത് ഒരു കൺസിഡർ സ്റ്റഡി അബൌട്ട് ദി സ്പെൻഡിങ് ഹാബിറ്റ്സ് സ്റ്റുഡൻസ് ഇൻ എ ക്ലാസ് ഓഫ് 60 കുട്ടികളുള്ള ഒരു ക്ലാസ്സിൽ സ്പെൻഡിങ് ഹാബിറ്റ്സ് സ്പെൻഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള ഒരു പഠനം നടത്തി. അതിനകത്ത് 10 കുട്ടികൾ, മൊത്തം 60 പേരുള്ള ഇതിൽ നിന്നും 10 കുട്ടികളെയാണ് നമ്മൾ സെലക്ട് ചെയ്തത്. ആ സെലക്ട് ചെയ്ത് എങ്ങനെയാണ്? അക്കോർഡിംഗ് ടു ദ കൺവീനിയൻസ് ഓഫ് ദി ഇൻവെസ്റ്റിഗേറ്റർ ആയിട്ട് ആളുടെ സെലക്ഷനിലൂടെയാണ്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ്. അതിനെയാണ് നമ്മൾ പറയുന്ന പേരെന്താണ്? നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ്. അതായത്
എന്താണ് ഇൻവെസ്റ്റിഗേറ്ററിന്റെ താല്പര്യത്തോടു കൂടി, അതായത് പ്രത്യേകിച്ച് ഇന്ന രീതിയിൽ അങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ ഒന്നും ഇല്ലാതെ 60-10 വരെ ഞാൻ അവിടെ അതിനെ ഇതിനെ ഇങ്ങനെ സെലക്ട് ചെയ്തെടുക്കുന്നതാണ് എന്താ പറയുന്നത് നോൺ പ്രോബിലിറ്റി സാമ്പിളിംഗ്. അതേസമയം മറ്റൊരു സ്ഥലത്ത് എന്താണ് ഇൻവെസ്റ്റിഗേറ്റേഴ്സ് റാൻഡം ആയിട്ട് സെലക്ട് ചെയ്യുന്നു. എങ്ങനെ? ഇൻ വിച്ച് ഈച്ച് മെമ്പർ ഓഫ് പോപ്പുലേഷൻ ഹാസ് സം സ്പെസിഫൈഡ് പ്രോബിലിറ്റി ഓഫ് ബീങ് ഇൻക്ലൂഡ് ഇൻ ദ സാമ്പിൾ. ഈ കുട്ടീനെ നമുക്ക് അങ്ങനെ എടുത്താൽ അത് എന്താ ഇന്ന രീതിയിൽ ടൈം കൺസ്യൂം ചെയ്യുന്ന കുട്ടിയായിരിക്കും, അല്ലെങ്കിൽ ഇതിനെ ഇങ്ങനെ എടുക്കാം എന്നുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ഓരോ സ്പെസിഫൈഡ് പ്രോബിലിറ്റി വെച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു? സെലക്ട് ചെയ്യുന്നു, സാമ്പിൾസിനെ സെലക്ട് ചെയ്യുന്നു. അങ്ങനെയുള്ളതിനെ നമ്മൾ പറയുന്ന പേരാണ് പ്രോബബിലിറ്റി സാമ്പിളിംഗ്. അങ്ങനെയുള്ളതിനെ നമ്മൾ പറയുന്ന പേരാണ് പ്രോബബിലിറ്റി സാമ്പിളിംഗ്. ഓക്കെ ആണല്ലോ. ഇനി നോൺ പ്രോബിലിറ്റി സാമ്പിളിംഗിലോട്ടാണ് നമ്മൾ വരുന്നത്. In non-probability sampling, members are selected from the population in some non-random manner. റാൻഡം അല്ലാത്ത രീതിയിൽ കുറച്ച് പേരെ അങ്ങ് സെലക്ട് ചെയ്യുക. അതാണ് എന്താ പറയുന്നത് നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് എന്ന് പറയുന്നത്. ഇതിനകത്ത് എന്താണ് കൺവീനിയൻസ് സാമ്പിളിംഗ്, ജഡ്ജ്മെന്റ് സാമ്പിളിംഗ്, കോട്ട സാമ്പിളിംഗ്, ഇതെല്ലാം എന്താണ് സബ്ജക്റ്റീവ് മെത്തേഡാണ്. അപ്പൊ നോൺ പ്രോബിലിറ്റി സാമ്പിളിംഗിൽ ഇതിനെ കൂടുതൽ വരുന്നുണ്ട്. ഇതിന്റെ ഡീറ്റെയിൽഡ് നമ്മൾ ഓൾറെഡി എടുത്തിട്ടുണ്ട്. ഞാൻ ഇത് ജസ്റ്റ് ഇപ്പം എന്താണ് ഒന്ന് പറഞ്ഞു വരുന്നത് മാത്രമേ ഉള്ളൂ. കൺവീനിയൻസ് സാമ്പിളിംഗ്, ജഡ്ജ്മെന്റ് സാമ്പിളിംഗ് ആൻഡ് കോട്ട സാമ്പിളിംഗ്. കൺവീനിയൻസ് സാമ്പിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് കൺവീനിയന്റ് ആയിട്ടുള്ള സാമ്പിൾ പോപ്പുലേഷൻ യൂണിറ്റ്സിൽ നിന്ന് സെലക്ട് ചെയ്യാം. അതായത് നമുക്ക് പെട്ടെന്ന് കിട്ടാൻ സാധ്യതയുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? നമുക്ക് കൺവീനിയന്റ് ആയിട്ടുള്ള രീതിയിൽ, നമുക്ക് കൂടുതൽ മെനക്കെടാനൊന്നും വയ്യ, നമുക്ക് ആവശ്യമുള്ള സാമ്പിൾസ് നമുക്ക് എന്താണ് ഓൾറെഡി അവൈലബിൾ ആയിട്ടുള്ള ഇതിൽ നിന്ന്, പിന്നെ അല്ലെങ്കിൽ ഇന്നത്തെ കാലത്താണെങ്കിൽ നമുക്ക് ഓൺലൈൻ റിസർച്ച് വഴി, അല്ലെങ്കിൽ എന്താണ് ഓരോ സ്ട്രീറ്റ് ഇന്റർവ്യൂസ് വഴി, ഇങ്ങനെയൊക്കെ കിട്ടുന്നതിൽ നിന്നും നമ്മൾ അതിനാണ് പേര് പോലെ തന്നെയാണ് കൺവീനിയൻസ് സാമ്പിളിംഗ്. ഇനി ജഡ്ജ്മെന്റ് സാമ്പിളിംഗ് എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റിഗേറ്റർ എക്സസൈസ് ഹിസ് ജഡ്ജ്മെന്റ് ഇൻ ദ ചോയ്സ് ആൻഡ് ഇൻക്ലൂഡ്സ് ദോസ് ഐറ്റം ഇൻ ദ സാമ്പിൾ വിച്ച് ഹി തിങ്സ് ആർ മോസ്റ്റ് ടിപ്പിക്കൽ ഓഫ് ദി യൂണിവേഴ്സ് വിച്ച് റിഗാർഡ് ടു ദ ക്യാരക്ടറിസ്റ്റിക്സ് അണ്ടർ കൺസിഡറേഷൻ. അതായത് ഇപ്പൊ ഒരു 10 കുട്ടികൾ 60 പേരിൽ നിന്ന് സെലക്ട് ചെയ്യുമ്പോഴത്തേക്കും ഇൻവെസ്റ്റിഗേറ്റർ എങ്ങനെ സെലക്ട് ചെയ്യും? അദ്ദേഹത്തിന്റെ ഒപ്പീനിയനിൽ 10 പേര് എങ്ങനെയാണ് എന്നുള്ള രീതിയിൽ എടുക്കും. ഈ സാമ്പിളിംഗിൽ എന്താണ് സാമ്പിൾ സെലക്ട് വിത്ത് ഡെഫിനിറ്റ് പർപ്പസ് ഇൻ വ്യൂ. ഡെഫിനിറ്റ് പർപ്പസ് ഉണ്ടായിരിക്കും. If the investigator is experienced and skilled, then the sampling carefully applied, then the judgment samples may yield valuable result. അതായത് എന്താണ് ഇപ്പം ഈ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേറ്റർ ആണ്, ഇന്ന കാര്യങ്ങൾ ചെയ്താൽ അവിടെ എടുക്കാം. അപ്പം ഈ തന്നെ എന്താണ് എന്ന് പറഞ്ഞൊരു 5-10 പേരെ സെലക്ട് ചെയ്യുന്നെങ്കിൽ അത് ചിലപ്പോൾ നല്ലൊരു റിസൾട്ട് നമുക്ക് ഉണ്ടാകും. ചിലപ്പോൾ ഒന്നുമല്ലാതെ വെറുതെ ഇന്ന രീതിയിൽ എടുക്കാന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അത് ഉണ്ടാവാൻ സാധ്യതയില്ല. അപ്പൊ ഈ മെത്തേഡ് എന്ന് പറയുന്നത് വളരെ യൂസ്ഫുൾ ആണ്. when we need to reach a targeted sample quickly. പെട്ടെന്ന് നമുക്ക് ടാർഗറ്റ് ചെയ്യുന്ന സാമ്പിൾ കിട്ടാൻ വേണ്ടിയിട്ട് ഏത് വളരെ ഇമ്പോർട്ടന്റ് ആണ്? ജഡ്ജ്മെന്റ് സാമ്പിളിംഗ് വളരെ ഗുണമാണ്. ഇനി അടുത്ത കോട്ട സാമ്പിളിംഗ്. കോട്ട സാമ്പിളിംഗ് എന്ന് പറഞ്ഞാൽ ഇൻ ദീസ് മെത്തേഡ് quotas are set up according to some specified characteristics such as several income groups. അതായത് ഒരു ഇൻകം സർവേ നടത്തുവാണ്, എന്നിട്ട് അതിനകത്ത് മേ ബി told to interview 100 people living in certain area. അതിനകത്ത് 60 പേര് ഹൗസ് വൈഫ് ആവണം, 25 പേര് റെഗുലർ എംപ്ലോയീസ് ആകണം, 15 പേര് ബിസിനസ് മെൻ ആകണം. അങ്ങനെയാണെങ്കിൽ എന്താണ് ഈ കോട്ടയ്ക്കകത്ത് നിന്നുകൊണ്ട് വേണം ഇന്റർവ്യൂ ചെയ്യേണ്ടത്, ആൾക്കാരെ ഇന്റർവ്യൂ ചെയ്ത് സെലക്ട് ചെയ്യേണ്ടത്. അപ്പൊ ഈ മെത്തേഡ് എന്താണ്? ദിസ് മെത്തേഡ് ഓഫൻ യൂസ്ഡ് ഇൻ പബ്ലിക് ഒപ്പീനിയൻ സ്റ്റഡീസ്. അവിടെ അതാണ് പ്രധാനം. ഈ മെത്തേഡ് എവിടെയാണ്? പബ്ലിക് ഒപ്പീനിയൻ സ്റ്റഡീസിലും അതുപോലെ പേഴ്സണൽ ഇന്റർവ്യൂസിലും ഒക്കെയാണ് ഇത് വളരെ ആവശ്യകതമായിട്ട് വരുന്നത്. ഇനിയാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ളത്. ഇതിന്റെ കൂടുതൽ ഉള്ള നോൺ പ്രോബിലിറ്റി സാമ്പിളിംഗ് നമ്മൾ ആ സെഷൻ പഠിച്ചിട്ടുണ്ട്. എല്ലാരും അത് പോയി കാണുക, അത് നന്നായിട്ട് നോക്കുക. അടുത്തതാണ് പ്രോബബിലിറ്റി സാമ്പിളിംഗ്. പ്രോബബിലിറ്റി സാമ്പിളിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സയന്റിഫിക് മെത്തേഡ് ആണ് ഫോർ സെലക്ടിംഗ് സാമ്പിൾസ് അക്കോർഡിംഗ് ടു സം ലോസ് ഓഫ് ചാൻസ് ഇൻ വിച്ച് എവറി യൂണിറ്റ് ഇൻ ദ പോപ്പുലേഷൻ ഹാസ് സം ഡെഫിനിറ്റ്
pre-assigned probability of being included in the sample. This method is purely objective. അപ്പൊ നോൺ പ്രോബിലിറ്റി സാമ്പിളിംഗ് എന്ന് പറയുന്ന പ്യൂർലി സബ്ജക്റ്റീവ് ആണ്. പ്രോബിലിറ്റി സാമ്പിളിംഗ് എന്ന് പറയുന്ന പ്യൂർലി ഒബ്ജക്റ്റീവ് ആണ്. ഏതൊക്കെ തരം പ്രോബിലിറ്റി സാമ്പിളിംഗ് ഉണ്ടെന്ന് വെച്ചാല് സിമ്പിൾ റാൻഡം സാമ്പിളിംഗ്, സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ്, സ്ട്രാറ്റിഫൈഡ് റാൻഡം സാമ്പിളിംഗ്, ക്ലസ്റ്റർ സാമ്പിളിംഗ് ആൻഡ് മൾട്ടി സ്റ്റേജ് സാമ്പിളിംഗ്. ഇത്രയിലും നമ്മളോട് ഇപ്പൊ പറഞ്ഞിട്ടുള്ളത് ഏതൊക്കെയാണ്? സിമ്പിൾ റാൻഡം സാമ്പിളിങ്ങും സ്ട്രാറ്റിഫൈഡ് റാൻഡം സാമ്പിളിങ്ങിന്റെയും കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. മറ്റുള്ളതിനെ എല്ലാത്തിനെയും കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മളൊരു സ്റ്റഡി നടത്തിയിട്ടുണ്ട്. സിലബസിൽ അത് അത്രയും പോയി കാണുക, പഠിക്കുക. ഇനി സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് ഈസ് എ probability sampling in which each unit in the population has an equal chance of being included in the sample. Simple random sampling എന്ന് പറയുന്നത് ഒരു പ്രോബബിലിറ്റി സാമ്പിളിംഗ് ആണ്. അതിനകത്ത് എന്താ പറയുന്നത്? ഒരു പോപ്പുലേഷനിലുള്ള ഇൻ വിച്ച് ഈച്ച് യൂണിറ്റ് ഇൻ ദ പോപ്പുലേഷൻ ഹാസ് എൻ ഈക്വൽ ചാൻസ്. എന്താണ്? എല്ലാവർക്കും ഒരേ ചാൻസ് ആയിരിക്കണം. എവിടെ? സാമ്പിളിൽ ഉൾപ്പെടാനുള്ള ചാൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. അപ്പൊ എന്താ സിമ്പിൾ റാൻഡം സാമ്പിളിംഗ്? സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് ഈസ് എ പ്രോബബിലിറ്റി സാമ്പിളിംഗ് ഇൻ വിച്ച് ഈച്ച് യൂണിറ്റ് ഇൻ ദ പോപ്പുലേഷൻ ഹാസ് എൻ ഈക്വൽ ചാൻസ് ഓഫ് ബീയിങ് ഇൻക്ലൂഡഡ് ഇൻ ദ സാമ്പിൾ. In this case, the sampling units are selected at random. ഇതിനകത്ത് എങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നത് sampling units? In this case, the sampling units are selected at random. Sampling units എങ്ങനെ സെലക്ട് ചെയ്യുന്നത്? റാൻഡം ആയിട്ടാണ് സെലക്ട് ചെയ്യുന്നത്. Simple random sampling overcome the drawbacks of non-probability sampling, namely favoritism, subjectiveness, etc. ഇതെല്ലാം ഏതൊക്കെ ഓവർകം ചെയ്യും? നോൺ പ്രോബിലിറ്റി സാമ്പിളിംഗിൽ ഉണ്ടായിരുന്ന ഫേവറിറ്റിസവും സബ്ജക്റ്റീവ്നെസ്സും എല്ലാം ഇതെന്ത് ചെയ്യും? ഓവർകം ചെയ്യുന്നതാണ് ഏതെന്ന് പറയുന്നത് simple random sampling. This method is applicable when population is homogeneous. Population എല്ലാം ഒരു സെയിം ക്രൈറ്റീരിയ ഉള്ളതാണെങ്കിലാണ് നമുക്ക് ഏത് മെത്തേഡ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്? സിമ്പിൾ റാൻഡം സാമ്പിളിംഗ്. അപ്പൊ സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് അപ്ലൈ ചെയ്യുന്ന എപ്പോഴാണ്? ദിസ് മെത്തേഡ് ഈസ് ആപ്ലിക്കബിൾ വെൻ പോപ്പുലേഷൻ ഈസ് ഹോമോജീനിയസ്. സെയിം ക്രൈറ്റീരിയയിലുള്ളതിലാണെങ്കിലാണ് നമ്മൾ എന്ത് അപ്ലൈ ചെയ്യുന്നത്? സിമ്പിൾ റാൻഡം സാമ്പിളിംഗ്. രണ്ട് തരത്തിലുള്ള സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് ഉണ്ട്. സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് വിത്തൗട്ട് റീപ്ലേസ്മെന്റ് ആൻഡ് വിത്ത് റീപ്ലേസ്മെന്റ്. SRSWOR സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് വിത്തൗട്ട് റീപ്ലേസ്മെന്റ്, സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് വിത്ത് റീപ്ലേസ്മെന്റ്. Suppose you are going to buy orange from a fruit shop. ഒരു ഫ്രൂട്ട് ഷോപ്പിൽ നിന്ന് ഓറഞ്ച് വാങ്ങിക്കാൻ വേണ്ടി പോവുകയാണ്. 5 ഓറഞ്ച് സെലക്ട് ചെയ്ത് ഒന്നിലൊന്നായിട്ട് എന്ത് ചെയ്യുന്നു? ബാസ്കറ്റ് ഇടുന്നു. വിത്തൗട്ട് റീപ്ലേസിംഗ് ദ സിലക്ടഡ് വൺ. ആദ്യം ഒന്നെടുക്കുന്നു, വീണ്ടും ഒന്നെടുക്കുന്നു, വീണ്ടും ഒന്നെടുക്കുന്നു. അതായത് നമ്മൾ ഒന്നും എന്ത് ചെയ്യുന്നില്ല? റീപ്ലേസ് ചെയ്യുന്നില്ല. ഒന്നിനെ മാറ്റി മറ്റൊന്നും എടുക്കുന്നില്ല. ഈ ടൈപ്പ് ഓഫ് സാമ്പിളിങ്ങിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് വിത്തൗട്ട് റീപ്ലേസ്മെന്റ്. അപ്പൊ നമുക്ക് പെട്ടെന്ന് ആ പേര് കേൾക്കുമ്പോ എന്താ തോന്നുക? റീപ്ലേസ്മെന്റ് ആയിട്ടുള്ളത് അല്ലെ? അതായത് റീപ്ലേസ് ചെയ്യാത്തത്. അതാണ് സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് വിത്തൗട്ട് റീപ്ലേസ്മെന്റ്. റീപ്ലേസ് ചെയ്യാത്തത്. അതിനെയാണ് എന്ത് പറയുന്നത്? ഈ പറയുന്ന സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് വിത്തൗട്ട് റീപ്ലേസ്മെന്റ്. എല്ലാവർക്കും ഒരേ ചാൻസ് നമ്മൾ കൊടുക്കും. ഇഫ് ദ സാമ്പിളിംഗ് ഇസ് ഡൺ ബൈ റീപ്ലേസിംഗ് ദ സിലക്ടഡ് യൂണിറ്റ് റീപ്ലേസ് ചെയ്തിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിനെയാണ് പറയുന്നത് നമ്മൾ എന്താ പറയുന്നത്? സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് വിത്ത് റീപ്ലേസ്മെന്റ്. നിങ്ങൾ പഠിച്ചു വെക്കേണ്ട പെയിൻ പോയിന്റ് ഇതാണ്. ഇഫ് എ പോപ്പുലേഷൻ കൺസിസ്റ്റ് ഓഫ് n യൂണിറ്റ്സ്, ഒരു പോപ്പുലേഷനിൽ മൊത്തം n യൂണിറ്റ്സ്, അതുകൊണ്ടാണ് പോപ്പുലേഷൻ എന്താണ്, സാമ്പിൾ എന്താണ് എന്നൊക്കെ പറഞ്ഞു വന്നത്. പോപ്പുലേഷനിൽ n യൂണിറ്റ്സും സാമ്പിളിൽ സ്മോൾ n യൂണിറ്റ്സും ആണെങ്കിൽ the possible number of samples in SRSWR is NCN and in some with റീപ്ലേസ്മെന്റ് ആണെങ്കിൽ n⁻n ആണ്. അതായത് നമ്മൾ റീപ്ലേസ് ചെയ്യാതെ എടുക്കുന്നത്, അതായത് വിത്തൗട്ട് റീപ്ലേസ്മെന്റ് ആണെന്നുണ്ടെങ്കിൽ NCN, വിത്ത് റീപ്ലേസ്മെന്റ് ആണെങ്കിൽ n⁻n ആണ്. അവിടെ ആലോചിക്കുക, 5 ഓറഞ്ച് എടുക്കുമ്പോൾ
5 ഓറഞ്ച് എടുക്കുമ്പോൾ ഒന്ന് നമ്മൾ എടുത്താൽ അത് പിന്നെ അവിടെ നമ്മൾ മാറ്റത്തില്ല, അതാണ് വിത്തൗട്ട് റീപ്ലേസ്മെന്റ്. അടുത്തത് നമ്മൾ എടുക്കുമ്പോൾ അത് പിന്നെ മാറ്റത്തില്ല. മറ്റേത് എന്താണ് വിത്ത് റീപ്ലേസ്മെന്റ്, എടുത്തതിനെ മാറ്റി വേണമെങ്കിൽ നമുക്ക് വീണ്ടും വീണ്ടും മാറ്റി യൂണിറ്റ്സ് സെലക്ട് ചെയ്യാം എന്നുള്ളതാണ്. അപ്പൊ എന്താണ് നമ്പർ ഓഫ് സാമ്പിൾസ് ഇൻ സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് വിത്തൗട്ട് റീപ്ലേസ്മെന്റ് ഈസ് NCN and simple random sampling with replacement is N raised to N. Okay.